Hello students. So in the last class we just mentioned about what is osmosis, osmotic pressure and reverse osmosis, is it? So let us see in details about the osmosis and osmotic pressure. Do you remember the examples which I told in the last class? എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ റോ മാംഗോസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, ഉപ്പുമാങ്ങയുടെ കാര്യം പറഞ്ഞു. In the case of raw mangoes, what happens? നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ചുരുങ്ങിപ്പോകുന്നു, ഇറ്റ് ഷ്രിങ്സ്. അതുപോലെ ഉണക്കമുന്തിരിയുടെ കാര്യം പറഞ്ഞു. വെൻ സോക്ഡ് ഇൻ വാട്ടർ ഇറ്റ് സ്വെൽസ്. അതുപോലെ തന്നെ വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. വാടിയ പൂക്കൾ അല്ലെങ്കിൽ ക്യാരറ്റ് തുടങ്ങിയ വെജിറ്റബിൾസൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിവൈവ് ചെയ്യും. അപ്പോൾ സംതിങ് ഈസ് ഹാപ്പനിങ്. എന്താണ്? സം ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഈസ് ഹാപ്പനിങ് ഫ്രം വൺ ടു അനദർ. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് റിട്ടൺ ഹിയർ. ഓസ്മോട്ടിക് പ്രഷർ. ബിഫോർ ഗോയിങ് ടു ഓസ്മോട്ടിക് പ്രഷർ, ഇറ്റ് ഈസ് റിട്ടൺ ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഫ്രം ദ സൊല്യൂഷൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ ടു ദാറ്റ് ഓഫ് ഹൈ കോൺസെൻട്രേഷൻ വെൻ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇസ് കോൾഡ് ഓസ്മോസിസ്. അപ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. ഓസ്മോസിസ് നടക്കണമെങ്കിൽ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, സെമി പെർമിയബിൾ മെംബ്രെയിൻ. എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ? Semi-permeable membrane is a membrane which allow only the flow of solvent molecules and not the solute particles. Solute particlesനെ allow ചെയ്യില്ല, solvent moleculesനെ മാത്രം allow ചെയ്യുന്ന മെംബ്രെയിൻ ആണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതൊക്കെ നാച്ചുറൽ ഒറിജിൻ ആണ്. വെജിറ്റബിൾ ഒറിജിൻ ആയിട്ടുള്ള സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്, അനിമൽ ഒറിജിൻ ആയിട്ടുള്ള മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ ഇൻ ഓൾ ദ കേസസ് ദ ഫ്ലോ ടേക്സ് പ്ലേസ് ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ. സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്കാണ് ഫ്ലോ നടക്കുന്നത്. സപ്പോസ് വാട്ട് ഹാപ്പൻസ് വെൻ ടു സൊല്യൂഷൻസ് ആർ സെപ്പറേറ്റഡ് ബൈ സെമി പെർമിയബിൾ മെംബ്രെയിൻ? ഫോർ എക്സാമ്പിൾ, ഒരു ലോ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും ഒരു ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും കൂടെ സെപ്പറേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ദെൻ ദ സോൾവെൻറ്റ് ഓൾവേസ് ഫ്ലോ ഫ്രം ദ സൊല്യൂഷൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ ടു ദാറ്റ് ഓഫ് ഹൈ കോൺസെൻട്രേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. സോ നൗ ഇമാജിൻ, on the high concentrated solution side we are applying pressure. നമ്മൾ ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ്റെ സൈഡിൽ പ്രഷർ അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സോൾവെൻറ്റ് പാർട്ടിൽ നിന്ന് സൊല്യൂഷൻ സൈഡിലേക്കുള്ള ഫ്ലോയിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് പ്രഷർ ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇറ്റ് ഈസ് എ പ്രഷർ അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ് ടു പ്രിവെൻറ്റ് ഓസ്മോസിസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. സോ സപ്പോസ് വി അപ്ലൈ പ്രഷർ ഹയർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ഓൺ ദ സൈഡ് ഓഫ് സൊല്യൂഷൻ. ചിലപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഒരു പ്രത്യേക പ്രഷറായിരിക്കും വേണ്ടി വരിക. അതിനേക്കാൾ കൂടുതൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ദെൻ വാട്ട് ഹാപ്പൻസ്? ദ ഫ്ലോ ടേക്സ് പ്ലേസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിനെയാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 ടേംസ് പഠിച്ചു. ഓസ്മോസിസ് എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ എന്താണ്, റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് പറഞ്ഞു. നൗ ലെറ്റ് us see how the osmotic pressure is helpful in calculating the molar mass. നമ്മുടെ 4ാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കഴിഞ്ഞ 3 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും we derived an equation to find out the molar mass of the solute molecules. അതുപോലെ ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. See, osmotic pressure pi is found to be proportional to C. And what is C? Concentration of the solution. Concentration എന്ന് പറയുമ്പോൾ here the concentration is expressed in molarity. Unlike the other 2 colligative properties. ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത 2 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ മൊളാലിറ്റി എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി. സോ പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സി. അപ്പോൾ പ്രൊപ്പോർഷണൽ സൈനെ നമ്മൾ ഇസ് ഈക്വൽ ടു സൈൻ ആക്കി മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക? വി ഷുഡ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് എ കോൺസ്റ്റന്റ് അല്ല. പൈ ഇസ് ഈക്വൽ ടു സി ആർ ടി. ടി എന്താണ്? ഗിവൺ ടെമ്പറേച്ചർ. ആർ ഈസ് ദി ഗ്യാസ് കോൺസ്റ്റന്റ്. അതാണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് നമ്മൾ പറഞ്ഞു മൊളാരിറ്റി ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് സി വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ ആസ് N2/V. N2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് divided by volume of the solution. അതിനെയാണ് നമ്മൾ molarity എന്ന് പറയുന്നത്. So where N2 is the number of moles of solute and V the volume of solution. And what is N2? W2 by
m2. മാസ് ബൈ മോളാർ മാസ് അല്ലേ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. സോ പൈ വി, എങ്ങനെ വി വന്നത്, ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു വി കിടക്കുന്നുണ്ട് അല്ലേ, അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പൈ വി ഈസ് ഈക്വൽ ടു N2 RT എന്നാണ് വരിക. ആ N2ന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, W2 by M2. സോ ദ ഇക്വേഷൻ ബിക്കംസ് പൈ വി ഈസ് ഈക്വൽ ടു W2 RT by M2 or M2 is equal to W2 RT by pi V. അപ്പോൾ ഇതിൽ M2 എന്ന് പറയുന്നത് എന്താണ്, മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. W2 എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട്, R is the gas constant, T is the temperature, pi is the osmotic pressure and V is the volume of the solution. Now let us see what are the advantages of osmotic pressure in calculating the molar masses. So, we discussed about 4 colligative properties, and these 4 colligative properties can be used to find out the molar masses. But there are some advantages for this osmotic pressure. അപ്പോൾ നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അല്ലെങ്കിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴും ലോവറിംഗ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചിട്ട് ഫ്രീസിംഗ് പോയിന്റിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റിൽ എത്തിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നമ്മൾ അതിൻ്റെ മോളാർ മാസ് അല്ലെങ്കിൽ അതിൻ്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ ടെമ്പറേച്ചർ ലോവർ ചെയ്യുകയോ ടെമ്പറേച്ചർ എലിവേറ്റ് ചെയ്യുകയോ ഒന്നും വേണ്ട. ദ മെഷർമെൻറ്റ് ഈസ് ഡൺ അറൌണ്ട് റൂം ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് രണ്ടാമത്തത്, ഹിയർ മൊളാരിറ്റി ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. കഴിഞ്ഞ 2 കേസസിലും നമ്മൾ കണ്ടത് മൊളാലിറ്റിയാണ് കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഹിയർ മൊളാരിറ്റി ഈസ് യൂസ്ഡ്. മാഗ്നിറ്റ്യൂഡ് ഈസ് ലാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ അപ്രീഷിയബിൾ ഹൈ വാല്യൂ ആയിരിക്കും നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെൻറ്റ് കിട്ടുന്ന വാല്യൂ അത്യാവശ്യം ഹൈ വാല്യൂ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് പെർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ദ മോളാർ മാസസ് ഓഫ് ബയോമോളിക്യൂൾസ്, അതായത് മാക്രോമോളിക്യൂൾസ്, പോളിമേഴ്സ് എന്നൊക്കെ പറയും. അങ്ങനെ ബിഗർ മോളിക്യൂൾസിൻ്റെ ലാർജ് മോളിക്കുലാർ മാസ് ഉള്ള മോളിക്യൂൾസിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ബാക്കി 3 മെത്തേഡ്സും അല്ല ഉപയോഗിക്കാറ്, മറിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ്. നൗ വേറൊരു പുതിയ ടൈപ്പ് സൊല്യൂഷൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സപ്പോസ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു when 2 solutions are separated by a semi permeable membrane, always osmosis takes place, സോൾവെന്റ് ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്ക് പോകുമെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സപ്പോസ് നിങ്ങളങ്ങ് ആലോചിക്കുകയാണ്, when the 2 solutions which are separated by the semi-permeable membrane have same osmotic pressure, രണ്ടും ഒരേ ഓസ്മോട്ടിക് പ്രഷറുള്ള സൊല്യൂഷനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. എന്താണ് ഒരേ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞ അർത്ഥം? അവരുടെ കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും. രണ്ട് സൊല്യൂഷൻ്റെയും സെയിം കോൺസെൻട്രേഷനുള്ള 2 സൊല്യൂഷനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിൽ ഓസ്മോസിസ് ടേക്സ് പ്ലേസ്? നോ, ഓസ്മോസിസ് വിൽ നോട്ട് ടേക്ക് പ്ലേസ്. അപ്പോൾ സച്ച് സൊല്യൂഷൻസ് ആർ കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻസ്. അങ്ങനത്തെ സൊല്യൂഷൻസിനെ പറയുന്ന പേരാണ് isotonic solutions. So isotonic solutions, normally the isotonic solutions osmosis do not take place. അങ്ങനെ ആകുമ്പോൾ ചില കേസസിലുണ്ട് കോൺസെൻട്രേഷൻ ഓഫ് സച്ച് സൊല്യൂഷൻസ് ആർ സെയിം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇതിനൊരു ലൈഫിലൊരു ആപ്ലിക്കേഷൻ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സലൈൻ വാട്ടറൊക്കെ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യും അല്ലേ. ഒരു ഇൻട്രാവീനസ് ഇഞ്ചക്ഷനായിട്ട് നമുക്ക് സലൈൻ വാട്ടർ കൊടുക്കണം. സലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡിയം ക്ലോറൈഡ് തന്നെയാണ്. അങ്ങനെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക കോൺസെൻട്രേഷൻ, ദ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഷുഡ് ബി 0.9%. ആ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ മാത്രമേ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. വൈ? ബിക്കോസ് 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഈസ് ഐസോട്ടോണിക് വിത്ത് അവർ ബ്ലഡ് സെൽസ്. എന്താണ് ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ? ഒരേ ഓസ്മോട്ടിക് പ്രഷറാണ് ബ്ലഡ് സെൽസും 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനും തമ്മിൽ. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കോൺസെൻട്രേഷനിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓസ്മോസിസ് സംഭവിക്കും. ഓസ്മോസിസ് സംഭവിക്കുക എന്ന് വെച്ചാൽ 2 സിറ്റുവേഷൻസാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ടേക്സ് പ്ലേസ് ഫ്രം ബ്ലഡ് സെൽസ്. ബ്ലഡ് സെൽസിൽ നിന്ന് സോൾവെൻറ്റ് പുറത്തേക്ക് പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡ് സെൽസ് വിൽ ഷ്രിങ്ക് അല്ലേ. ഇനി അതല്ലെങ്കിൽ ബ്ലഡ് സെൽസിലേക്ക് സോൾവെൻറ്റ് ഫ്ലോ ചെയ്യും, ബൈ മീൻസ് ഓഫ് വിച്ച് ദ ബ്ലഡ് സെൽസ് വിൽ സ്വെൽ. അപ്പോൾ 2 സിറ്റുവേഷൻ നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഓസ്മോട്ടിക് പ്രഷർ എപ്പോഴും തുല്യമാക്കി വെക്കാൻ വേണ്ടി 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാറ്. ഇഫ് വി പ്ലേസ് ദ സെൽസ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് മോർ ദാൻ 0.9% സോഡിയം ക്ലോറൈഡ്,
വാട്ടർ വിൽ ഫ്ലോ ഔട്ട് ഓഫ് ദ സെൽസ്. ആരുടെ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ കൂടുതൽ? സോഡിയം ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ. അപ്പോൾ നാച്ചുറലി എവിടെ നിന്നാണ് ഓസ്മോസിസ് നടക്കുക? ബ്ലഡ് സെൽസ്. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ദ ബ്ലഡ് സെൽസ് വിൽ ഷ്രിങ്ക്. അപ്പോൾ ആരുടെ കോൺസെൻട്രേഷനാണ് കൂടുതൽ? സോഡിയം ക്ലോറൈഡിൻ്റെ. അപ്പോൾ കൂടുതൽ ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സൊല്യൂഷനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പർട്ടോണിക്. ഓസ്മോട്ടിക് പ്രഷർ കൂടുതലുള്ള സൊല്യൂഷനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പർട്ടോണിക്. ഇഫ് ദ സെൽസ് ആർ പ്ലേസ്ഡ് ഇൻ എ സൊല്യൂഷൻ containing less than 0.9% water will flow into the cells and would swell. ഇനി നേരെ തിരിച്ചാണെന്ന് വിചാരിക്കുക. 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന് 0.9%നേക്കാളും കുറവാണ് കോൺസെൻട്രേഷൻ എങ്കിൽ എന്ത് സംഭവിക്കുന്നു? സെൽസിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ കടന്നു ചെല്ലുന്നു. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ബ്ലഡ് സെൽസ് വിൽ സ്വെൽ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കുറവുള്ള സൊല്യൂഷനെ പറയുന്ന പേരാണ് ഹൈപ്പോട്ടോണിക്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞാൽ ഹൈ ഓസ്മോട്ടിക് പ്രഷറാണ്. ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ ലോ ഓസ്മോട്ടിക് പ്രഷറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത അതേ കാര്യം തന്നെയാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. റിവേഴ്സ് ഓസ്മോസിസിൽ എന്താ വരുന്നത്? വെൻ എ പ്രഷർ ലാർജർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ്, ഓസ്മോസിസ് ടേക്സ് പ്ലേസ് ഇൻ ദി റിവേഴ്സ് ഡയറക്ഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും വലിയ ഒരു പ്രഷർ നമ്മൾ സൊല്യൂഷൻ സൈഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നേരെ തിരിച്ച് നടക്കുന്നു ഓസ്മോസിസ്, റിവേഴ്സ് ഡയറക്ഷനിൽ നടക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. ഉപ്പുവെള്ളത്തിലെ സാൾട്ട് കണ്ടന്റിനെ റിമൂവ് ചെയ്തിട്ട് പ്യുവർ വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് റിവേഴ്സ് ഓസ്മോസിസ്. അതിൻ്റെ പ്രിൻസിപ്പലാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, വീട്ടിൽ വാട്ടർ പ്യൂരിഫയർ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടി വിയിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടാവും. ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് RO എന്ന് എഴുതിയിട്ടുണ്ടാവും. ചിലപ്പം ചില അഡ്വർടൈസ്മെൻറ്റ് കാണാം നമ്മൾ വാട്ടർ പ്യൂരിഫയറുടെ. അപ്പോൾ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് RO എന്ന് വെച്ചാൽ റിവേഴ്സ് ഓസ്മോസിസ്. അത് വെച്ചിട്ടാണ് അവിടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കേസിൽ നമ്മൾ പറഞ്ഞു വി ആർ കാൽക്കുലേറ്റിംഗ് ദ മോളാർ മാസസ് യൂസിങ് ദീസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് like elevation of relative lowering of vapor pressure, elevation of boiling point, depression of freezing point and then osmotic pressure. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ മോളാർ മാസസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പക്ഷേ in many situations we are obtaining abnormal molar masses. നോർമാലിറ്റിയിൽ നിന്നും വിട്ടിട്ട് നമുക്ക് കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള മോളാർ മാസസ് പല സന്ദർഭങ്ങളിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മോളാർ മാസിനേക്കാളും ഇരട്ടിയായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഏകദേശം അതിൻ്റെ ഹാഫ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ അബ്നോർമൽ മോളാർ മാസസ് വരാൻ കാരണം? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ടു ഫിനോമിനൻ നോൺ ആസ് അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. എന്താണ് അസോസിയേഷൻ, ഡിസോസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചില പ്രത്യേക കോമ്പൗണ്ട്സ്, ഫോർ എക്സാമ്പിൾ അയോണിക് കോമ്പൗണ്ട്സ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം സൾഫേറ്റ് എന്നൊക്കെ തുടങ്ങുന്ന അയോണിക് കോമ്പൗണ്ട്സ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ട് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു, കാറ്റയോൺസും ആനയോൺസും. സോ ഇൻ ഇഫക്റ്റ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നു. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? വി ഹാവ് ഓൾറെഡി മെൻഷൻഡ് ദാറ്റ് ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ഓൺ ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇഫ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചേഞ്ചസ് മീൻസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓൾസോ ചേഞ്ചസ്. ശരിയല്ലേ? പാർട്ടിക്കിളുടെ എണ്ണം കൂടുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുന്ന, നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ കൂടുതലാവും. അപ്പോൾ അതിനനുസരിച്ച് വാല്യൂ മാറുമ്പോൾ അതിനനുസരിച്ച് എന്ത് മാറുന്നു? അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളാർ മാസും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വേരി ചെയ്തിട്ടാണ് കിട്ടുക. അതേപോലെ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അയോണിക് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ സംഭവിക്കുന്നത് എന്താണ്? ഡിസോസിയേഷൻ. ദ കോമ്പൗണ്ട്സ് ഡിസോസിയേറ്റ് ഇൻ ടു കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. Now let us see another example where the molecules of ethanoic acid, അതല്ലെങ്കിൽ അസറ്റിക് ആസിഡ് എന്ന് നമ്മൾ പറയുന്ന ഡൈമെറൈസ്. ഡൈമെറൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ അർത്ഥം? രണ്ട് മോളിക്യൂൾസ് ഒന്നിച്ച് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ ദേ അസോസിയേറ്റ് വെൻ പ്ലേസ്ഡ് ഇൻ ബെൻസീൻ. ബെൻസീനിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് മോളിക്യൂൾസ് എന്താ ചെയ്യുക? രണ്ട് മോളിക്യൂൾസ് ഒന്നിച്ച് ചേർന്ന് അസോസിയേറ്റ് ചെയ്യും.
അപ്പോൾ ഇൻ ഇഫക്റ്റ് സേ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു 100 മോളിക്യൂൾസിന് ഉള്ളിലിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാലും രണ്ട് മോളിക്യൂൾസ് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയായി? 50 കുറഞ്ഞു. ദാറ്റ് ഇസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് റെഡ്യൂസ്ഡ്. ഇതിനെ പറയുന്ന പേരാണ് അസോസിയേഷൻ. അപ്പോൾ അസോസിയേഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയുന്നു. ഡിസോസിയേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നു. സോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ causes abnormal molar masses. That is, molar mass is higher or lower than normal value. അപ്പോൾ അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മോളാർ മാസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നെങ്കിൽ ഹൈ വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ലോ വാല്യൂ കിട്ടും. അപ്പോൾ നോർമലി അസോസിയേഷൻ നടക്കുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയുന്നു. എണ്ണം കുറയുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ കുറയുന്നു. അപ്പോൾ മോളിക്കുലാർ മാസ് കൂടുകയാണ് ചെയ്യുക. നമ്മൾ ആ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, വെൻ ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിക്രീസസ് ദ മോളാർ മാസ് വിൽ ഇൻക്രീസ്. അപ്പോൾ അസോസിയേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് കിട്ടുന്ന മോളാർ മാസ് എപ്പോഴും കൂടുതലായിരിക്കും. Dissociation, what happens when dissociation occurs? When dissociation occurs, number of particles increases, so colligative properties increases, hence molar mass will be lower. അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ മോളാർ മാസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. അപ്പോൾ ഇതിന് എന്ത് കറക്ഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളിങ്ങനെ ഡിസോസിയേഷനും അസോസിയേഷനും നടക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാവും, പല കണ്ടീഷൻസ് ഉണ്ടാവാം, പല സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ മോളാർ മാസ് എപ്പോഴും നമുക്ക് വ്യതിചലിച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ വി കനോട്ട് റിലൈ ഓൺ ദിസ് മെത്തേഡ് ഫോർ കാൽക്കുലേഷൻ, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മോളിക്കുലാർ മാസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഒരു കറക്ഷൻ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യണം. ഒരു കറക്ഷൻ, ഒരു തിരുത്തൽ അവിടെ വേണ്ടിയിരിക്കുന്നു. And that correction which we apply is known as Van 't Hoff factor. അപ്പോൾ എന്താണ് Van 't Hoff factor? It is a correction applied to account for the extent of dissociation or association. അസോസിയേഷനോ ഡിസോസിയേഷനോ കാരണം ഉണ്ടാകുന്ന അബ്നോർമൽ ആയിട്ടുള്ള മോളാർ മാസ് ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറക്ഷനെ പറയുന്ന പേരാണ് Van 't Hoff factor. അപ്പോൾ Van 't Hoff factor എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ബൈ സ്മോൾ ലെറ്റർ ഐ ആണ്. അപ്പോൾ അതിന് ചില ഫോർമുലയുണ്ട്. അതനുസരിച്ച് നമ്മൾ ഐയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് കറക്ഷൻ വരുത്താൻ സാധിക്കും. ആൻഡ് ഐ ഈസ് ഡിറ്റർമിൻ ലൈക്ക് ദിസ്: നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ abnormal molar mass. It is also written as I is equal to observed colligative property divided by calculated colligative property. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഐ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഐ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മോളാർ മാസിനോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള മോളാർ മാസ് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അസോസിയേഷനാണ് സംഭവിക്കുന്നതെങ്കിൽ എപ്പോഴും വാൻ ഹോഫ് ഫാക്ടറുടെ വാല്യൂ, ഐയുടെ വാല്യൂ എന്തായിരിക്കും? വിൽ ഓൾവേസ് ബി ലെസ് ദാൻ 1. ആൻഡ് ഫോർ ഡിസോസിയേഷൻ ഓൾവേസ് ദ ഐ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ പോർഷൻസ്. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. സൊല്യൂഷൻസ് വീണ്ടും കാണാം.